1887 നവംബറിൽ കൊച്ചുത്രേസ്യ പിതാവ് ലൂയി മാർട്ടിനും സെലിനുമൊപ്പം ഒരു തീർത്ഥാടന സംഘത്തോടുകൂടി റോമിലേക്ക് പുറപ്പെട്ടു. റോമിലേക്കുള്ള യാത്രയിൽ അവൾ ദർശിച്ച ഗിരിശൃംഗവും അഗാധമായ ഗർത്തവും മനോഹരമായ ഗ്രാമങ്ങളും മുകളിൽ സ്വച്ഛം വിഹരിക്കുന്ന വൺമേഘ തുണ്ടുകളും അവളിൽ ആത്മീയ ചിന്തയുണർത്തി. ഇതേ സംബന്ധിച്ച് ത്രേസ്യ എഴുതുന്നു: പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിക്കുകയിൽ അത്യന്തം അഗാധമായ ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉദിച്ചുയർന്നു. ദൈവത്തിൻ്റെ പ്രാഭവവും സ്വർഗത്തിലെ വിസ്മയനീയമായ വിഭവങ്ങളുമെല്ലാം എനിക്ക് അനുഭൂതമാകുന്ന പോലെ തോന്നി. അജ്ഞാതമായി അനുഷ്ഠിക്കുന്ന ചെറിയ ത്യാഗങ്ങളും പരാധീനതകളും ഉൾക്കൊള്ളുന്ന സന്യാസ ജീവിതത്തെ അതിൻ്റെ തനി നിറത്തിൽ ഞാൻ ദർശിച്ചു. ഫ്രാൻസിലെയും ഇറ്റലിയിലെയും മനോഹരമായ കാഴ്ചകൾ കണ്ടും വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ചും അവർ നടത്തിയ യാത്ര വളരെ ഉല്ലാസപ്രദവും വിജ്ഞാനപ്രദവുമായിരുന്നു. നവംബർ 20 ഞായറാഴ്ച റോമിൽ എത്തിച്ചേർന്ന അവർക്ക് വത്തിക്കാനിലെ ദ്വീപുകളിൽ പങ്കുചേരുവാൻ അവസരം ലഭിച്ചു. കർമ്മലി താമ്രത്തിൽ പ്രവേശിക്കണമെന്ന തൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും നിവർത്തിക്കണം എന്നു തന്നെ അവൾ തീരുമാനിച്ചിരുന്നു. 13-ാം ലിയോ മാർപ്പാപ്പ ഫ്രഞ്ച് തീർത്ഥാടകർക്കായി ദ്വീപുബലി അർപ്പിച്ചു. അതിനുശേഷം സന്ദർശന അവസരത്തിലായിരുന്നു സിംഹാസനിലിരുന്ന പരിശുദ്ധ പിതാവിൻ്റെ പക്കൽ മുട്ടുകുത്തി കർമ്മലമഠത്തിൽ ചേരുവാനുള്ള തൻ്റെ അതിയായ ആഗ്രഹം അവൾ ഉണർത്തിച്ചു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭാവി വിശുദ്ധിയെ കരുണാപുരസരം മാർപ്പാപ്പ വീക്ഷിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.